ജീവിതത്തിന്റെ സ്നേഹവും സ്വാതന്ത്ര്യവും ഉല്ലാസവും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു മെന്റൽ ട്രോമയിലാണോ നിങ്ങൾ? എസ്പെഷ്യലി റിലേഷൻഷിപ്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, പീഡനങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പോയൽ ജീവിതലഹരി ഒന്നും നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നിങ്ങൾ നേരിടുന്നത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ലെന്നും അതൊരു സാമൂഹിക ഉത്തരവാദിത്വമാണെന്നും? ചുറ്റും ഒന്ന് നോക്ക്. പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതി തുടങ്ങി. അവിടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കൺസേൺസും നമുക്ക് രേഖപ്പെടുത്താനായിട്ട് പറ്റും. രണ്ടാമത് വനിതാ കമ്മീഷൻ. മൂന്നാമതായിട്ട് വുമൺ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. എത്ര പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സർക്കാർ സഹായ ഹസ്തങ്ങളുണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അതൊന്നും നോക്കാതെ? ഇനി കുട്ടികളുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള വേർപിരിയലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ, ആരോപണങ്ങൾ പറയാതെ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒരു വേർപിരിയലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിയമപരമായിട്ട് എത്ര നിയമങ്ങളുണ്ട് അല്ലെ? അതായത് ഈ പറഞ്ഞ ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 13B ഉൾപ്പെടെ നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിന് നിങ്ങൾ ഫയൽ ചെയ്യുക, 6 മാസത്തിനകം നിങ്ങൾ ഡിവോഴ്സ്ഡ് ആവുക അല്ലെ? അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ഒരു യാത്രയിൽ നിന്ന്. ദയവ് ചെയ്ത് അടുത്തൊരു വിസ്മയോ ആരതിയോ ആവാനായിട്ട് നിൽക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പഞ്ചായത്ത് തലത്തിൽ മുതൽ അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ നമ്പേഴ്സ് ഉൾപ്പെടെ, ടോൾ ഫ്രീ നമ്പേഴ്സ് ഉൾപ്പെടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക്, അതായത് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കും നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.